Hi everyone, welcome back to iPlus Training Solutions. So, നമ്മൾ സെറ്റിന്റെ 2026 ജനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ. അപ്പം ഒരു ഐഡിയ കിട്ടി കാണും. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, 11ാമത്തെ ചോദ്യം ഇതാണ്. തൂഫാൻ भी जिससे टकराने से डरता है वह इंसान है इस कथन में कौन सा अलंकार है അല്ലേ. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അലങ്കാരന്റെ. അപ്പം നമ്മൾ അലങ്കാരം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ ഏത് അലങ്കാരാണെന്നാണ് മിക്കവാറും നമ്മളോട് ചോദിക്കാറുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് ഉത്പ്രേക്ഷ, ഓപ്ഷൻ ബി അതിശയോക്തി, രൂപക്, ഉപമ. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓക്കെ, തൂഫാൻ भी जिससे टकराने से डरता है वह इंसान है. ഓക്കെ, അപ്പൊ എല്ലാ അലങ്കാരം എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസിനെ പറ്റി നമുക്ക് നല്ല ഐഡിയ ഉണ്ടാവണം കേട്ടോ. ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏത് അലങ്കാരാണെന്ന് കണ്ടുപിടിക്കാൻ ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ നോക്കാം. ആൻസർ വരുന്നത് അതിശയോക്തിയാണ് അല്ലെ. എന്താണ് അതിശയോക്തി അലങ്കാരം, അതുപോലെ എന്താണ് ഉത്പ്രേക്ഷ, എന്താണ് രൂപക്, എന്താണ് ഉപമ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ എപ്പോഴും ഫെയിൽ ആവുന്നത് ഈ പറഞ്ഞ സെന്റൻസ് തന്നിട്ടത് ഏത് അലങ്കാരാണെന്ന് ചോദിക്കുമ്പോഴാണ്. എന്താണ് അതിശയോക്തി അലങ്കാരം എന്ന് നോക്കാം. इस वाक्य में അതിശയോക്തി अलंकार है. അതിശയോക്തി അലങ്കാരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. क्योंकि यहाँ किसी व्यक्ति അതായത് इंसान അല്ലെ ഒരു പേഴ്സൺ की शक्ति का वर्णन बहुत अधिक बढ़ा चढ़ाकर किया जाता है അല്ലെ. ഒരു വ്യക്തിയുടെ ക്വാളിറ്റിനെ സിംപ്ലി പറഞ്ഞിരിക്കുകയല്ല, വളരെയധികം എക്സാജുറേറ്റ് ചെയ്ത് അല്ലെ, बहुत अधिक बढ़ा चढ़ाकर किया जाता है, വലുതാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. लोक मर्यादा के अनुसार एक साधारण मनुष्य से तूफान का ठहरना असंभव है അല്ലെ. തൂഫാൻ കാ ഠർന, ഒരു സാധാരണ മനുഷ്യനെ തൂഫാനിൽ പേടിക്കുക അല്ലെങ്കിൽ തൂഫാൻ പോലെ എന്നൊക്കെ പറയുമ്പോൾ അത് അസംഭവമായ ഒരു കാര്യമാണ്. लेकिन कवि ने मनुष्य के साहस को चरम सीमा पर दिखाने के लिए इसमें अतिरंजित कथन प्रयोग किया जाता है. ഇപ്പം ഒരു വ്യക്തിയുടെ ക്വാളിറ്റീനെ അറ്റ് ദ ടോപ്പ് എത്തിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, തൂഫാൻ എന്നുള്ളൊരു കമ്പാരിസൺ കൊടുത്തിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇതൊരു അതിശയോക്തി അലങ്കാരമായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ അതിശയോക്തി അലങ്കാരം. ഓക്കെ, അടുത്തതാണ് 12ാമത്തെ ചോദ്യം. കുൽപതി മിശ്ര का रस रहस्य किन किन रचनाओं पर आधारित है. നമ്മുടെ കുൽപതി മിശ്രന്റെ രസരഹസ്യ ഏതൊക്കെ രചനകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ എ അലങ്കാർ ഭൂഷൺ, വൃത്തദീപിക और കവിപ്രിയ. ഓപ്ഷൻ ബി കാവ്യ പ്രദീപ്, അലങ്കാർ പ്രകാശ് और സാഹിത്യ മീമാംസ. ഓപ്ഷൻ സി വരുന്നത് കാവ്യ ദർപ്പൺ, കവിപ്രിയ, അലങ്കാർ ദീപിക. ഓപ്ഷൻ ഡി ആണ് കവ്യപ്രകാശ്, സാഹിത്യ ദർപ്പൺ और രസ്യപ്രിയ. ഓക്കെ, കുൽപതി മിശ്രന്റെ രസരഹസ്യ ഒരു രചനയല്ല, 2-3 രചനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കണം. സോ ഉത്തരം വരുന്നത് കവിപ്രകാശ്, സാഹിത്യ ദർപ്പൺ, രസികപ്രിയ. ഈ 3 രചനകളാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കവിപ്രകാശ്, സാഹിത്യ ദർപ്പൺ, രസികപ്രിയ എന്നുള്ള 3 രചനകളെ ആധാരിതാക്കിയിട്ടാണ് കുൽപതി മിശ്ര രസരഹസ്യ എന്ന് പറഞ്ഞ രചന എഴുതിയിട്ടുള്ളത്. സോ അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡയറക്റ്റ് ചോദ്യം തന്നെയാണ്, ഒട്ടും തന്നെ പ്രശ്നമില്ലാത്തൊരു ചോദ്യം അല്ലെ. ഫൈൻ. ഇനി 13ാമത്തെ ഒരു ചോദ്യമാണ്. निम्नलिखित में कौन सा लेखक या रचना किन्नर विमर्श से संबंधित है. കുറെ അധികം രചനകളും അതിന്റെ രചനാകാരനെയും കൊടുത്തിട്ടുണ്ട്, 4 എണ്ണം. അതില് കിന്നർ വിമർശ पर आधारित രചന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഒരു രചന പഠിക്കുന്ന സമയത്ത് അതിന്റെ വർഷം, ക്യാരക്ടേഴ്സ് അല്ലെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ക്യാരക്ടേഴ്സ്, മെയിൻ കോണ്ടന്റ്, അതിന്റെ ഒപ്പം മെയിൻ കോണ്ടന്റ് എന്തായാലും നോക്കേണ്ടതാണ്. അപ്പം 4 ഓപ്ഷൻസ് വരുന്നത് അർച്ചന വർമ്മ, സ്ത്രീ വിമർശികയായ, ജയശ്രീ ഗാവിത്, കത്തറ കത്തറ ജിന്ദഗി, ലക്ഷ്മി നാരായൺ ത്രിപാഠി, മിസ്റ്റർ ഹിജഡ, മിസ്റ്റർ ലക്ഷ്മി, രേഖ പാട്ടിൽ, കിന്നർ ഗാഥ. ഇതിൽ 4 എണ്ണം ഏതാണ് കിന്നർ വിമർശ पर आधारित രചന. ഇതിൽ പേര് കേൾക്കുമ്പോൾ നമുക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. കിന്നർ ഗാഥ, മിസ്റ്റർ ഹിജഡ, കത്തറ കത്തറ ജിന്ദഗി ഒക്കെ സ്ത്രീ വിമർശികയായ. കിട്ടിയല്ലോ ഉത്തരം. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളാണ്. ഓപ്ഷൻ സി ലക്ഷ്മി നാരായൺ ത്രിപാഠി, മിസ്റ്റർ ഹിജറ, മിസ്റ്റർ ലക്ഷ്മി എന്ന് പറയുന്നതാണ് കേട്ടോ. രേഖാപ്പാട്ടിൽ കിന്നർ ഗാഥ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ അതല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ പ്രസ്തുത രചനയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനയാണ്. സോ മെയിൻ ഹിജഡ, മെയിൻ ലക്ഷ്മി, പ്രസിദ്ധ ട്രാൻസ്ജെൻഡർ അധികാർ കാര്യകർത്ത
ഭരതനാട്യം നർത്തകി और अभिनेत्री ലക്ഷ്മി നാരായൺ ത്രിപാഠി की ആത്മകഥ है. അപ്പം ചോദിക്കാം അതൊരു ഏത് വിധയിലുള്ള രചനയാണെന്ന്. ആത്മകഥയാണ് അല്ലെ, ഭരതനാട്യം നർത്തകിയും കാര്യകർത്തിയും അഭിനേത്രിയൊക്കെ ആയിട്ടുള്ള लक्ष्मी नारायण त्रिपाठी. ये पुस्तक उनके एक लड़के राजू के रूम में जन्म लेने से लेकर हिजड़ा समुदाय को अपनाने और फिर एक सशक्त किन्नर के रूप में अपनी पहचान बनाने के संघर्ष व विजय की कहानी बयां करती है. അപ്പം ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചല്ല, രാജു എന്ന പേരിൽ കുട്ടിയായിട്ട് ജനിക്കുകയും ഫ്യൂച്ചറിൽ അല്ലെ ഒരു ഹിജഡയായി മാറുകയും ആൻഡ് കിന്നർ സമുദായത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു ഈ ഒരു കഥ പറയുന്നത്. ഈ ഒരു ആത്മകഥ ആത്മകഥയാണ്. അതിന്റെ കണ്ടന്റ് ഇതൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ പ്രശ്നം. ഫൈൻ, ക്ലിയർ അല്ലേ? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് വളരെ ജനറൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, സഹി മിലാൻ കീജിയെ. ഇതും നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. നമ്മൾ ഭാഷാക്ക ഉദ്ഭവ ഓർ വികാസം ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഈ അനുച്ഛേദങ്ങളും അത് ഏതൊക്കെയാണ്. ഇപ്പം 343 മുതൽ 351 വരെയുള്ള എല്ലാ അനുച്ഛേദങ്ങളും അതിലെ മെയിൻ കോണ്ടന്റുകളൊക്കെ നമ്മൾ പഠിക്കാൻ പറയാറുണ്ട്. സോ ഫസ്റ്റ് സൈഡിൽ ന്യായാലയം കി ഭാഷ, संपर्क भाषा, राजकीय राजभाषा, राजभाषा आयोग. ഓപ്പോസിറ്റ് സൈഡിൽ അനുച്ഛേദങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അനുച്ഛേദ് 344, അനുച്ഛേദ് 345, അനുച്ഛേദ് 346, അനുച്ഛേദ് 348. ഓക്കെ, 4 അനുച്ഛേദങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ സഹി മിലാൻ കീജിയെ. ഓക്കെ, 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. A2, B1, C3, D4. രണ്ടാമത്തേത് A4, B2, C3, D1. മൂന്നാമത്തെ ഓപ്ഷൻ A4, B3, C2, D1. നാലാമത്തെ ഓപ്ഷൻ വരുന്നത് A1, B2, C4 ആൻഡ് D3. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് ഇവരുടെ ഒരു അല്ലെ, നമ്മുടെ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ്. ഇങ്ങനെ സഹി മിലാൻ കീജിയെ, അല്ലെങ്കിൽ ഗലത്ത് ജോഡ കണ്ടുപിടിക്കുക, സഹി ജോഡ കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളത്. നോക്കാം. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. A4, B3, C2 ആൻഡ് D1. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. A4 എന്ന് പറയുമ്പോൾ ന്യായാലയം കി ഭാഷയായിരുന്നു A അല്ലെ. 4 ഏതാണ്? അനുച്ഛേദ് 348. ഓക്കെ, സമ്പർക്ക ഭാഷ. സമ്പർക്ക ഭാഷ വരുന്നത് അനുച്ഛേദ് 346 ആണ്. രാജകീയ രാജ്യഭാഷ 345, അനുച്ഛേദ് 345. അടുത്തത് രാജ്ഭാഷ ആയോഗ്, അത് വരുന്ന ഓപ്ഷൻ 1 ആണ്, അനുച്ഛേദ് 344. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പം 343 മുതൽ 51 വരെയുള്ള എല്ലാ അനുച്ഛേദങ്ങളും മസ്റ്റ് ആയിട്ട് നോക്കി വെക്കുക. എന്തെങ്കിലും ട്രിക്കൊക്കെ വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാതിരിക്കാൻ എന്തെങ്കിലും ട്രിക്കൊക്കെ വെച്ച് നമ്മളത് പഠിക്കണം കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയത് ഏതാണ്, അല്ലെങ്കിൽ റിയലത്തായത് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തത് സദ്ഗതി കഹാനി കാ നായക് കോൻ ഹെ. ഇതും നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അല്ലെ. കഹാനി പഠിക്കുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സും മെയിൻ കണ്ടന്റും വർഷവും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഇവിടെ സദ്ഗതി എന്ന് പറയുന്ന കഹാനിയുടെ നായക് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് ഖീസു, ദുഃഖി ചമാർ, ഹൽക്കു, ഹമീദ് അല്ലെ, ഹമീദ്. ഓക്കെ, സദ്ഗതി. അതിന് മുമ്പ് സദ്ഗതി കഹാനി ആരുടെയാണ്, വർഷം ഏതാണ്, ഇതൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് റീകോൾ ചെയ്തെടുക്കണം കേട്ടോ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ദുഃഖി ചമാറാണ്. ഓക്കെ, ദുഃഖി ചമാറാണ് സദ്ഗതി എന്ന് പറയുന്ന കഹാനിയിലെ നായകമായിട്ട് വരുന്നത്. നോക്കാം ആ കഹാനി ആരുടെയാണ്, അതിന്റെ മെയിൻ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, അതിലെ നായകനും നായികയും ആരൊക്കെയാണെന്നൊക്കെ നോക്കാം. मुंशी प्रेमचंद द्वारा रचित प्रसिद्ध कहानी सदगति का मुख्य नायक दुखी चमार है. നമ്മുടെ ഓപ്ഷൻസിലുള്ളതിൽ ദുഃഖി ചമാർ ആണ്. वही एक अत्यंत गरीब और शोषित मोची है. ചോദിക്കാം, ഒരു ശോഷിതായിട്ടുള്ള മോച്ചിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഗരീബായിട്ടുള്ള ശോഷിത് മോച്ചി ഏത് ക്യാരക്ടറാണ്? जो अपनी बेटी की शादी के लिए पंडित घाजीराम को बुलाने जाता है, लेकिन सामाजिक कुरीतियां और जातिवाद के कारण शोषण का शिकार होकर दम तोड़ देता है. ओके, അപ്പൊ തന്റെ മകളുടെ കല്യാണത്തിന് വിളിക്കാനായിട്ട് ഒരു ഗരീബായിട്ടുള്ള ചമാർ ജാതിയിലുള്ള മോച്ചി ആയിട്ടുള്ള ചമാർ ജാതിയിലുള്ള നമ്മുടെ ദുഃഖി ചമാർ പോവാണ്. അപ്പോൾ ഗാസിറാം എന്ത് ചെയ്യാണ്, അതിനെ ഒപ്പോസ് ചെയ്തിട്ട് ഒരു ഭയങ്കര അല്ലെ ഹയർ ക്ലാസ് ആണ് ലോവർ ക്ലാസ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിൽ കേട്ടോ. അല്ല പ്രമുഖ പാത്രകൾ പറയുന്നത് നായക് ദുഃഖിയാണ്, एक गरीब മോച്ചിയാണ്,
നായിക ഓർ സഹയുഗി ചുരിയ ദുഃഖി കി പത്നിയാണ്. ദുഃഖി ചമാർ എന്ന് പറയുന്നത് ചമാർ ജാതി ആയതുകൊണ്ടാണ് കേട്ടോ. പ്രതിനായകമായിട്ട് പണ്ഡിറ്റ് ഗാസിറാം ആണ്. ഗാവ് കാ ബ്രാഹ്മൺ, ബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ വിളിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഈ ജാതി വ്യവസ്ഥയുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. ഓക്കെ, മുൻഷി പ്രേംചന്ദിന്റെയാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നിമ്ന മീം സെ कौन सा उदाहरण अभिधा का है? अभिधा ലക്ഷണ വ്യഞ്ജന എന്നൊക്കെ 2-3 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾക്ക് എക്സ്പെക്റ്റഡ് ആണ്. ഇതും എന്താ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതാണ് അഭിധ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏത് ശബ്ദശക്തിയാണെന്നൊക്കെ ചോദിക്കാറ്. പാനി ഠണ്ടാ ഹേ, വഹ് ഷേർ സാ ബഹാദൂർ ഹേ, ആംഖോ മേം ആൻസൂ ഥേ, സൂര്യ മുസ്കുറാ രഹാ ഥാ. ഠണ്ടാ, പാനി ഠണ്ടാ ഹേ, വെള്ളം തണുത്തതാണ്. ഷേർ സാ ബഹാദൂർ ഹേ, ഷേറിനെ പോലെ ബഹാദൂറാണ്. ആംഖോ മേം ആൻസൂ ഥേ, സൂര്യ മുസ്കുറാ രഹാ ഥാ. സോ ശബ്ദശക്തി നമുക്കറിയാം 3 അഭിധ ലക്ഷണ വ്യഞ്ജന അല്ലെ, 3. അഭിധയിലെ ഡയറക്റ്റ് മീനിങ്ങും ലക്ഷണയില് ലക്ഷ്യാർത്ഥം വ്യഞ്ജനയില് വ്യംഗ്യാർത്ഥമാണുള്ളത്. ഇതിലാണ് ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്. പാനി ഡണ്ടാ ഹേ, വെള്ളം തണുത്തതാണ്. അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. പാനി ഠണ്ടാ ഹേ എന്നുള്ളതാണ് അഭിധ ശക്തിയുടെ ഉദാഹരണം. अभिधा, अभिधा शब्द शक्ति वह होता है जहां किसी शब्द या वाक्य का सीधा साधारण और लोक प्रसिद्ध अर्थ वाच्यार्थ निकलता है. ഈ വാക്കുകൾ ചോദിക്കാറുണ്ട്. അഭിധ ശബ്ദശക്തിയിലെ വാച്യാർത്ഥാണ് പാനി ഠണ്ടാ ഹേ, വെള്ളം തണുത്തതാണ്. ലക്ഷണയിലാണെങ്കിൽ ലക്ഷ്യാർത്ഥാണ് കിട്ടാം, വ്യഞ്ജനയിൽ വ്യംഗ്യാർത്ഥാണ് കിട്ടാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നോക്കി വെക്കും. पानी ठंडा है में पानी और उसके तापमान ठंडा होने का सीधा वर्णन किया जाता है. വെള്ളം തണുക്കുന്നു എന്നുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. इसमें कोई भी अलंकार दिया छिपा हुआ अर्थ नहीं है. ഇതിൽ അലങ്കാരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള അർത്ഥമോ ഒന്നും തന്നെ ഇല്ല. അടുത്തതിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ബഹാദൂർ, അവനെ പോലെ ബഹാദൂർ ആണ്, ഷേർ കെ തറഹ് ബഹാദൂർ ഹെ, അങ്ങനെയൊക്കെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഡയറക്റ്റ് ആണ്. സോ ദാറ്റ് ഈസ് അഭിധ. എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. അപ്പൊ നോക്കിക്കേ നമ്മുടെ ബാക്കി ഓപ്ഷൻസ്. വഹ് ഷേർ സാ ബഹാദൂർ ഹേ, ഇതിൽ ലക്ഷണ ശബ്ദശക്തിയാണ് അല്ലെ, ഒരു കമ്പാരിസൺ ചെയ്തിരിക്കുകയാണ്. സൂര്യ മുസ്കുറാ രഹാ ഹേ, അതിലും വ്യഞ്ജന ശബ്ദശക്തിയാണ്. ആംഖോ മേം ആൻസൂ ഥേ, യദ്യപി എക് സരൽ ദിഖ, നമുക്ക് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്ന ഒരു സെന്റൻസ് ആണ് ഇത്. കുറെ പേര് അങ്ങനെ പറഞ്ഞിരുന്നു. ആംഖോ മേം ആൻസൂ ഥേ, പക്ഷേ साहित्य में यह अक्सर किसी गहरे दुख या भाव को व्यक्त करने के लिए प्रयुक्त होते हैं, इसलिए जो भी വ്യഞ്ജന की ओर संकेत करता है. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സാഹിത്യ രചനകളിലൊക്കെ ഒരാൾ ഭയങ്കരമായിട്ട് സങ്കടത്തിലുള്ള ഒരു അവസ്ഥയെ കാണിക്കുമ്പോൾ നമ്മൾ പറയാണ് ഉസ്കെ ആംഖോ മേ ആൻസൂ ഥേ, അവന്റെ കണ്ണുകളിൽ കണ്ണുനീരായിരുന്നു. ദാറ്റ് മീൻസ് ഡയറക്റ്റ് ആയിട്ട് അവന്റെ കണ്ണിൽ കണ്ണുനീര് വരുന്നത് എപ്പോഴും സങ്കടം, എപ്പോഴും നല്ല മേജറായിട്ട് സങ്കടം വരുമ്പോഴാണ്. കുറെ ആൾക്കാർക്ക് സന്തോഷം വരുമ്പോഴാണ്. പക്ഷെ സാഹിത്യത്തിൽ സങ്കടം വരുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെന്റൻസ് ഉപയോഗിക്കുക. സോ അതൊരു ഡയറക്റ്റ് മീനിങ് ആയിട്ടല്ല നമ്മൾ പറയാം, അത് വ്യഞ്ജന ശബ്ദശക്തിയാണ് കേട്ടോ. ബാക്കി ഓപ്ഷൻസ് 3 അങ്ങനെയാണ്. ഒന്ന് കൺഫ്യൂസ്ഡ് ആവുക ഈ ആംഖോ മേ ആൻസൂ ഥേ എന്ന് മാത്രമാണ്. ഫൈൻ. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. ഹിന്ദി പത്രികാവും കെ ബാരെ മേം ഗലത് ജോഡെ കോ പഹചാനിയെ. ഹിന്ദി പത്രികയും അതിന്റെ സമ്പാദക് വർഷം ഏത് സ്ഥലത്ത് നിന്നാണ് പ്രകാശിതമായത്? ഓപ്ഷൻ എ കൽപ്പന ആഘെ, പ്രതാപ് പത്ര മാഖൻലാൽ ചതുർവേദി. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഹൈഫൺ ഇടണേ. കൽപ്പന ആഘെ, പ്രതാപ് മാഖൻലാൽ ചതുർവേദി. മര്യാദ ശരൺ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി. ഹിന്ദി പ്രദീപ് ബാലകൃഷ്ണ ഭട്ട്. എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രികകളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രതാപ് ആണെങ്കിലും കൽപ്പന ആണെങ്കിലും ഹിന്ദി പ്രതാപ് ആണെങ്കിലും എല്ലാം തന്നെ അല്ലെ. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം വരുന്നത് പ്രതാപ് മാഖൻലാൽ ചതുർവേദി എന്നുള്ളത് തെറ്റാണ്. പ്രതാപ് ആരുടെയാണ്? പ്രതാപ് പത്രിക നോക്കാം. പ്രതാപ് പത്രിക इस क्रांतिकारी साप्ताहिक पत्र का प्रकाशन 1913 कानपुर से हुआ था. कानपुर निन्नाണ് പ്രതാപ് പത്രികയുടെ പ്രകാശനം. इसके संपादक गणेश शंकर विद्यार्थी थे. കൽപ്പന നമ്മൾ പറഞ്ഞത് ശരിയാണ്. നമുക്കുണ്ടായിരുന്ന ഓപ്ഷൻ അഖയാണ്. यह हैदराबाद से प्रकाशित होने वाली, സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. हैदराबाद से प्रकाशित होने वाली एक महत्वपूर्ण साहित्यिक पत्रिका थी जिससे आज्ञाई
അഖേ സച്ചിദാനന്ദ ഹീരാനന്ദവത്സ്യായൻ അഖേ ഗഹറായി സേ ജുഡേ തെ. അദ്ദേഹമാണ് ഇതുമായി വളരെ ഡീപ്പായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അടുത്തത് മര്യാദയാണ്. इस पत्रिका के संपादन से कई प्रसिद्ध साहित्यकार जुड़े रहे जिनमें गणेश शंकर विद्यार्थी, कृष्णकांत मालवीय और बाद में प्रेमचंद भी शामिल है. ഇപ്പം ഈ പറഞ്ഞ വ്യക്തികളൊക്കെ ഗണേശ് ശങ്കർ വിദ്യാർത്ഥി, കൃഷ്ണകാന്ത് മാൽവിയ, പ്രേംചന്ദ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള മര്യാദ പത്രികയുമായിട്ട്. അപ്പം ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് തന്നിട്ടുള്ളത് കേട്ടോ. പ്രേംചന്ദ് തന്നിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാം. അത് ഹിന്ദി പ്രതിഭാണ്. इसका संपादक ബാലകൃഷ്ണ ഭട്ട് थे. അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നിബന്ധകാരായിരുന്നു എന്നുള്ളതൊക്കെ. ഭാരതീന്ദു യുഗിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവികളാണ് അല്ലേ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലകൃഷ്ണ ഭട്ടിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഫൈൻ, ക്ലിയർ അല്ലേ? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു ചോദ്യം. 18ാമത്തെ ചോദ്യം ഈ സെക്ഷനിലെ അടുത്തൊരു ചോദ്യമാണ്. अमृता प्रीतम की किस प्रसिद्ध कविता में भारत पाक विभाजन की पीड़ा और स्त्री की व्यथा का दर्शाया गया है? ഓക്കെ, ഈ ഭാരത് പാക് വിഭാജനവുമായി ബന്ധപ്പെട്ട് കഥകളും ഉപന്യാസങ്ങളും എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ ചോദിക്കാറുണ്ട്. നമ്മുടെ കഹാനി അല്ലെ, കഹാനിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഉസ്നെ കഹാത ഒക്കെ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കവിതയിൽ നിന്നാണ്. അമൃത പ്രീതമിന്റെ ഏതാണ് ഭാരത് പാക് വിഭാജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥ? ഓർ സ്ത്രീ വ്യഥാക്കോ ദർശൻ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെ സ്ത്രീ ദുഃഖങ്ങളും കൂടെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഏതാണ്? ആസാദി, റാവി പാർ, ഓ വരീസ് ഷാ, മെയിം തൈനു, ഫിർ മൈലാങ്കി. മെയിമിന് 2 പേരുണ്ട് കേട്ടോ. മെയിം. ഫൈൻ, ഇതിലേതാണ് അമൃത പ്രീതമിന്റെ കവിത? ഓക്കെ, ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓ വാരിസ് ഷാഹ് കേട്ടോ. ഓപ്ഷൻ സി, ഓ വാരിസ് ഷാഹ് എന്നുള്ളത്. ഓക്കെ, अमृता प्रीतम की प्रसिद्ध कविता जो भारत पाक विभाजन 1947 की पीड़ा और स्त्री की विधा को दर्शाता है वह अज आघा वारिस शाहनु മറ്റൊരു പേരാണ് ആ കവിതയുടെ. ഓ വാരിസ് ഷാഹ്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുക കേട്ടോ. इस कविता में उन्होंने 18वीं सदी के कवि वारिस शाह को संबोधित करते हुए विभाजन के दौरान महिलाओं के खिलाफ हुई हिंसा और पंजाब के दर्दनाक मंजर का बयां किया गया. അപ്പൊ എന്താണ് ചെയ്തത്? അദ്ദേഹം 18ാം സെഞ്ചുറിയിൽ 18ാം സദിയിൽ വാരിസായിട്ടുള്ള ഷാഹ് അദ്ദേഹത്തിനെ സംബോധിത ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു കവിതയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കണ്ടന്റ് ഒക്കെ നോക്കി വെക്കാം, ആരെയാണ് വ്യക്തി ചെയ്തിട്ടുള്ളതെന്നും കൂടെ ഒന്ന് നോക്കി വെക്കാം. ആ രീതിയിലൊക്കെ ചോദിക്കാം. ഇതിന്റെ ഫുൾ നെയിം കൂടെ ഒന്ന് നോക്കി വെക്കാം. ഓ വാരിസ് ഷാഹ്, അജ് ആഘ വാരിസ് ഷാഹു നു. 19ാമത്തെ ചോദ്യം ഗ്രാമർ പോർഷനിൽ നിന്നുള്ള ചോദ്യമാണ്. പിതാമഹ ശബ്ദ കോൺസാ സമാസ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സമാസ സന്ധിയൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്, എന്തായാലും ചോദിക്കും. തത്പുരുഷ്, ബഹുവ്രീഹി, ദ്വിഗു, കർമ്മധാരെ. ഓരോ സമാസവും എന്താണ് എന്നറിയുന്നതിലുപരി ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സമാസമാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിലുള്ള ട്രിക്കുകളൊക്കെ നമ്മൾ ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ആ ക്ലാസ്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിതാമഹ ശബ്ദത്തിൽ ഏത് സമാസമാണുള്ളത്? തത്പുരുഷാണോ, ബഹുവ്രീഹിയാണോ, ദ്വിഗുവാണോ? ഏതൊക്കെയല്ല നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലെ. ഫൈൻ, തത്പുരുഷ് സമാസാണ് പിതാമഹയില്. ഓക്കെ, തത്പുരുഷ് എന്നുള്ള സമാസാണ്. എന്താണ് അപ്പൊ തത്പുരുഷ് സമാസ്? തത്പുരുഷില് വിശേഷകർ സംബന്ധ സത്പുരുഷൻ. पितामह शब्द तत्पुरुष समास ये पितामह का अर्थ पिता का पिता या पिता के पिता, ग्रैंडफादर ने पितामह എന്ന് പറയും. क्योंकि इसमें कारक चिन्ह का लोप हो रहा है इसलिए यह तत्पुरुष समास के अंतर्गत आता है. നമ്മൾ തത്പുരുഷിൽ കണ്ണടച്ച് നോക്കാവുന്നത് കാരക് ചിഹ്നങ്ങളാണ് അല്ലെ. കാരക് ചിഹ്നന്റെ ലോപ് ഉണ്ടായാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കാരക് ചിഹ്നം കിട്ടിയാൽ അത് തത്പുരുഷ സമാസാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പിതാ കാ പിതാ അല്ലെ, പിതാ കെ പിതാ ഇതൊക്കെ ആണെങ്കിലാണ് അതിന്റെ ലോഭാണ് എന്ത് പിതാമഹ എന്നുള്ളത്. സോ അത് തത്പുരുഷ സമാസാണ്. ഫൈൻ. പിന്നെയുള്ള ഓപ്ഷൻസിലുള്ള ദ്വിഗു സമാസ് അല്ലെ. ദ്വിഗു സമാസ് നമുക്കാണ് നമ്മൾ പഠിച്ചത് നമ്പേഴ്സ് വെച്ചിട്ടാണ്. നമ്പേഴ്സ് ആയിരിക്കും ഫസ്റ്റ് വേർഡ് എന്ന് പഠിച്ചു. ദ്വന്ദ്വ സമാസിൽ അല്ലെ ഹൈഫനേറ്റഡ് വേർഡ്സ് ആണ്, രണ്ട് വേർഡ്സിനും ഇമ്പോർട്ടന്റ് ഉണ്ട്. ബഹുവ്രീഹി അല്ലെ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സമാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുകയാണെന്നാണ് വിചാരിക്കുന്നത്. സോ ദിസ് ഇസ് പിതാമഹ തത്പുരുഷ സമാസ്. ഫൈൻ.
സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ അവസാനത്തെ ചോദ്യമാണ് കിസ് വിദ്വാൻ നെ അനുവാദ് കോ ഭാഷ കാ പുനഃ സൃജൻ കഹ. ഏത് വിദ്വാനാണ് അനുവാദിനെ ഭാഷ കാ പുനഃ സൃജൻ എന്ന് പറഞ്ഞത്? റോമ റോലോ, ഡോക്ടർ നാംവർ സിംഗ്, ജോർജ് ഡ്രൈഡൻ, ഡോക്ടർ ജി ഗോപിനാഥൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ അനുവാദവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാറ് അല്ലെ, അല്ലെങ്കിൽ ശ്രോതഭാഷ, ലക്ഷ്യ ഭാഷ, അതിന് ഇമ്പോർട്ടൻസ് അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടെങ്കിലും ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഭാഷാക്ക പുനഃ സൃജനം ഏത് വിദ്വാനാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഡയറക്റ്റ് ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ ഹിന്ദി വിദ്വാനായിട്ടുള്ള, ഹിന്ദി ആലോചകമായിട്ടുള്ള നാംവർ സിംഗ് ആണ് അല്ലെ. ഓപ്ഷൻ ബി നാംവർ സിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഫൈൻ. സോ ഈ ഒരു സെക്ഷനിൽ വെറും 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബട്ട് 10 ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ കൂടെ അല്ലെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലായി. സോ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.